നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി മേഖലയിൽ രണ്ടിടങ്ങളിലുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് വെള്ളറക്കാട് സ്വദേശി അഭിജിത്തിന് പരിക്കേറ്റു. പത്താങ്കല്ല് പെട്രോൾ പമ്പിന് സമീപം 2 സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ മറ്റൊരു അപകടത്തിൽ പെരിങ്ങണ്ടൂർ സ്വദേശികളായ ബാബുവിനും മകൾ നന്ദനയ്ക്കും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് 1-ാം കല്ലിന് സമീപം തണ്ണീർത്തട നിയമം ലംഘിച്ച് നെൽപ്പാടം നികത്താനുള്ള ശ്രമം കുമരനെല്ലൂർ വില്ലേജ് അധികൃതർ തടഞ്ഞു. പുറത്തുനിന്നുള്ളവർ കാണാത്ത രീതിയിൽ ചെടികളും വാഴകളും വെച്ചുപിടിപ്പിച്ച് മറയുണ്ടാക്കിയായിരുന്നു ഒലീവ് സ്കൂളിന് സമീപം അതീവ രഹസ്യമായി നിലം നികത്തൽ നടന്നിരുന്നത്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കർശന നടപടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. പട്ടാമ്പിയുടെ മണ്ണിൽ ചരിത്രപ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ഗജസംഗമത്തോടെയും വർണ്ണാഭമായ ഘോഷയാത്രയോടെയും ആഘോഷിച്ചു. ഉത്സവ തിമർപ്പിനിടയിലും LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിൻ കൊടിയേറ്റ ചടങ്ങിൽ പങ്കുചേർന്നും വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ടഭ്യർത്ഥന നടത്തി. UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ പ്രചരണാർത്ഥം ഷാഫി പറമ്പിൽ, മുനവറലി, ശിഹാബ് തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ആവേശക്കടലായി മാറി. സംസ്ഥാനത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.